മൊബൈൽ ഷോപ്പ് ഓണറായ ജോഷിയുടെ വീടിന് മുന്നിൽ ആരോ ഒരു ലോറി പാർക്ക് ചെയ്തിട്ട് പോകുന്നു. ആ വണ്ടി നിറയെ സ്പീക്കറുകളായിരുന്നു. അന്ന് തന്നെ ജോഷി ബുക്ക് ചെയ്ത പുതിയ കാർ ഡെലിവറി ചെയ്യേണ്ടതുണ്ടായിരുന്നതിനാൽ ആ ലോറി മാറ്റാൻ അവൻ പോലീസിന് പരാതി നൽകാൻ തീരുമാനിക്കുന്നു. എന്നാൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ തടികൾ കയറ്റിയ ഒരു ലോറി കേടായി കിടക്കുന്നതിനാൽ പോലീസിന് അവിടേക്ക് വരാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പിന്നീട് പോലീസുകാർ വന്ന് വണ്ടി പരിശോധിച്ചപ്പോൾ അതിൽ നിറയെ സ്പീക്കറുകളാണെന്ന് മനസ്സിലാക്കുകയും തൽക്കാലം വണ്ടി അവിടെ തന്നെ കിടക്കട്ടെ എന്ന് അവർ പറയുകയും ചെയ്തു. വണ്ടി മാറ്റുന്നതിനായി ജോഷി തന്റെ പ്രിയ സുഹൃത്തിനെ വിളിച്ച് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഫെറ്റി എന്ന ഒരു ഗുണ്ടയും സംഘവും ഈ വണ്ടി മോഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ജോഷി അവരെ അടിച്ചൊതുക്കുന്നു. പിന്നീട് വണ്ടിയിലെ ഒരു സ്പീക്കർ എടുത്ത് പരിശോധിച്ച ജോഷി അതിനുള്ളിൽ സ്വർണമാണെന്ന് കണ്ടെത്തുന്നു. യഥാർത്ഥത്തിൽ സുമംഗലി കോംപ്ലക്സ് ഉടമയായ ഉണ്ണി എന്ന വ്യവസായി തന്റെ മകളുടെ വിവാഹത്തിനായി ഐഡിയ ഷാജിയെ കൊടുക്കാൻ കൊടുത്തുവിട്ട സ്വർണമായിരുന്നു ആ വണ്ടിയിൽ ഉണ്ടായിരുന്നത്. വഴിയിൽ വെച്ച് ചിലർ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ ഡ്രൈവർ ആ വണ്ടി ജോഷിയുടെ വീടിന് മുന്നിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടതായിരുന്നു. ഇതൊന്നും അറിയാതെ ജോഷി തന്റെ അമ്മാവനിൽ നിന്നും സ്വർണം ഉരുക്കുന്ന മെഷീൻ വാങ്ങി ഒരു ബിസ്ക്കറ്റ് ഉരുക്കിയെടുക്കുകയും അതിൽ 45 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയും ചെയ്യുന്നു. തുടർന്ന് ജോഷി യഥാർത്ഥ സ്പീക്കറുകൾ ഓർഡർ ചെയ്ത് വണ്ടിയിലെ സ്വർണം അടങ്ങിയ സ്പീക്കറുകൾക്ക് പകരം അവ മാറ്റിവെക്കുകയും ചെയ്യുന്നു. ഒടുവിൽ തടസ്സങ്ങൾ നീങ്ങിയ ശേഷം പോലീസ് ആ വണ്ടി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. സ്വർണം ലഭിക്കാത്തത് തുടർന്ന് ഉണ്ണിയും ഐഡിയ ഷാജിയും തമ്മിൽ തെറ്റുകയും വിവാഹം മുടങ്ങുകയും ചെയ്യുന്നു. ഉണ്ണി തന്റെ ഉടമസ്ഥതയിലുള്ള സുമംഗലി കോംപ്ലക്സിന്റെ ചുമതലകൾ മുഴുവൻ മകളെ ഏൽപ്പിക്കുകയും ജോഷിയോട് അവിടെ തന്നെ മൊബൈൽ കട തുടരാമെന്നും പറയുന്നു. അവസാനം ജോഷിക്കും ഉണ്ണിയുടെ മകൾക്കും പരസ്പരം ഇഷ്ടമാകുന്നു. 6 മാസത്തിന് ശേഷം വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകാനും വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകാനും ഗോൾഡ് എന്ന പേരിൽ മുഖ്യമന്ത്രിക്ക് 85 കോടി രൂപയുടെ സഹായം ജോഷി അയക്കുന്നു.